കേരളത്തിൽ സ്ത്രീകളാണ് റിച്ച്. റിച്ച് എന്ന് പറഞ്ഞാൽ ആണുങ്ങളെക്കാൾ അടാറ് റിച്ച്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാമിലി ആൻഡ് സോഷ്യൽ സർവേ റിപ്പോർട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ പെണ്ണുങ്ങളുടെ പേരിൽ ഭൂമിയുണ്ട്, സ്വർണ്ണമുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റുകളുണ്ട്, വീടുകളുണ്ട്, കാറുകളുണ്ട്. മലയാളി ആണിന് എടുത്താൽ പൊന്താത്ത കടമുണ്ട്. ഒരു ശരാശരി കണക്ക് പറഞ്ഞാൽ കേരളത്തിലെ പ്രായപൂർത്തിയായ ഓരോ സ്ത്രീയുടെയും കയ്യിൽ മിനിമം 30 പവൻ സ്വർണവും 12 സെൻറ്റ് വീതം ഭൂമിയുടെ ഉടമസ്ഥതയും ലിക്വിഡ് ക്യാഷായി 4 ലക്ഷം രൂപയുമുണ്ട്. ഓക്കെ, അവിടെ ഒന്ന് നിർത്തണം. സ്ത്രീകളുടെ പേരിലുണ്ട് എന്നാണ് പറഞ്ഞത്, അവരുടെ നിയന്ത്രണത്തിലുണ്ട് എന്നല്ല. അതാണ് കാര്യം. പെണ്ണിന് പണവും പൊന്നും മണ്ണും എല്ലാം ഉണ്ട്. എന്നാൽ ഇതിൽ ഭൂരിഭാഗവും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അതവരാണ് പുരുഷുക്കൾ. നമ്മുടെ കുഞ്ഞ് കേരളം എന്ന പടവലങ്ങ പ്ലോട്ടിൽ 23,40,50,000 ഏക്കർ ഭൂമിയുടെ അവകാശികൾ സ്ത്രീകളാണ്. 42,25,000 ഏക്കർ ഭൂമി ആണുങ്ങളുടെ കയ്യിലും. കേരള റവന്യൂ വകുപ്പിൻ്റെ കണക്കാണ്. പെണ്ണുങ്ങളുടെ കയ്യിലിരിക്കുന്ന 23,40,50,000 ഏക്കർ ഭൂമിയിൽ 3.5 ലക്ഷം ഏക്കർ കൃഷിഭൂമിയാണ്. ബാക്കി വീട്ടുപറമ്പും തോട്ടങ്ങളും. കേരളത്തിലെ പെണ്ണുങ്ങൾ ചില്ലറക്കാരല്ലെന്ന് മനസ്സിലായില്ലേ? 1,85,00,000 മലയാളി പെണ്ണുങ്ങൾക്ക് സ്വന്തമായി 24 ലക്ഷം ഏക്കറോളം സ്ഥലം. ഇത് കേരളത്തിലെ എല്ലാ പെണ്ണുങ്ങൾക്കുമായി വീതം വെച്ച് കൊടുത്താൽ ഒരു സ്ത്രീക്ക് ഏതാണ്ട് 12 സെൻറ്റ് സ്ഥലം ശരാശരി. ചെറിയ ഒരു തിരുത്തുള്ളത് 24 ലക്ഷം ഏക്കറിൽ 13 ലക്ഷം ഏക്കർ സംയുക്ത ഉടമസ്ഥതയിലാണെന്നാണ്. ഒന്നുകിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേരിൽ, അല്ലെങ്കിൽ അച്ഛൻ്റെയും മകളുടെയും പേരിൽ. അങ്ങനെ കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് എങ്ങനെയൊക്കെ ഭൂമി കിട്ടും? അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വത്തിൻ്റെ വീതം കിട്ടാം, സ്വന്തമായി പണിയെടുത്ത് വാങ്ങാം. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കാനും ഇൻകം ടാക്സ് ബെനിഫിറ്റിനും വേണ്ടി ഭർത്താവ് ഭാര്യയുടെ പേരിൽ ഭൂമി വാങ്ങാം, മക്കൾ വാങ്ങിക്കൊടുക്കാം. ഇനി വീടുകൾ നോക്കാം. കേരളത്തിലാകെ 85 ലക്ഷം വീടുകളുണ്ട്. ഇതിൽ 28 ലക്ഷം വീടുകളുടെ ഉടമസ്ഥത സ്ത്രീകൾക്കാണ്. 19 ലക്ഷം വീടുകൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജോയിൻ്റ് ഓണർഷിപ്പിലും. സ്ത്രീകളുടെ പേരിൽ ഏറ്റവും അധികം വീടുകളുള്ളത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അവിടെ പുരുഷന്മാരുടെ ഉടമസ്ഥതയിൽ 1.76 വീടുകളുള്ളപ്പോൾ സ്ത്രീകളുടെ പേരിൽ ഒരു വീടുണ്ട്. പെണ്ണുങ്ങളുടെ പേരിൽ ഏറ്റവും കുറവ് വീടുള്ളത് മലപ്പുറം ജില്ലയിലും. കേരളത്തിലെ ആകെ ഹോം ലോണുകളിൽ 20% വരെ ലോണുകൾ സ്ത്രീകളുടെ പേരിൽ മാത്രമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 28,000 കോടി രൂപ കേരളത്തിലെ പെണ്ണുങ്ങളെല്ലാം കൂടി വിവിധ ബാങ്കുകളിൽ നിന്ന് വീട് വയ്ക്കാൻ ലോൺ എടുത്തിട്ടുണ്ട്. ജോയിൻറ്റ് ലോണുകൾ കൂടി കണക്കിലെടുത്താൽ ഇത് 40% മുതൽ 50% വരെയുണ്ടെന്ന് ബാങ്കിംഗ് ഡാറ്റ കാണിക്കുന്നു. പലിശ നിരക്കിലെ കുറവ്, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ സബ്സിഡി ലഭിക്കണമെങ്കിൽ വീടിൻ്റെ ഉടമസ്ഥാവകാശത്തിലോ വായ്പയിലോ സ്ത്രീ പങ്കാളിത്തം നിർബന്ധമാണെന്ന വ്യവസ്ഥ, കൂടുതൽ വായ്പാ തുകയ്ക്കുള്ള എലിജിബിലിറ്റി, സ്ത്രീകളുടെ ഉയർന്ന സിബിൽ സ്കോർ, പ്രവാസിമാർ ഭാര്യമാരുടെ പേരിൽ ഭവന വായ്പ എടുക്കുന്നത് എന്നിവയെല്ലാം സ്ത്രീ വായ്പകൾ കൂടാൻ കാരണമാണ്. ഇവിടെ എങ്ങനെയാണ് പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാൾ റിച്ച് ആകുന്നത്? സ്ത്രീകളുടെ പേരിലുള്ള ഭൂമിക്ക് ആസ്തി മൂല്യം കൂടുതലാണ്. അതായത് എറണാകുളം MG റോഡിലെ 1/2 ഏക്കറും പാലക്കാട് വണ്ടിത്താവളത്തിലെ 50 ഏക്കറും തമ്മിലുള്ള വ്യത്യാസം. ഭൂമിയുടെ വില കണക്കാക്കിയാൽ സ്ത്രീകളുടെ കയ്യിലിരിക്കുന്ന ഭൂമിക്ക് 51% മൂല്യമുള്ളപ്പോൾ ആണുങ്ങളുടെ തരിശ് ഭൂമിക്ക് 49% വാല്യൂ ഉള്ളൂ. റവന്യൂ കണക്കാണ് ഞാൻ പറയുന്നതല്ല. അപ്പോഴും ഉടമസ്ഥതയും നിയന്ത്രണവും രണ്ടും രണ്ടാണ്. കടലാസിൽ പെണ്ണിൻ്റേതാണെങ്കിലും ആ സ്ഥലത്ത് കച്ചവടം നടത്തുന്നത് അവളുടെ ഭർത്താവാണ്, അല്ലെങ്കിൽ അച്ഛനാണ്. അതുമല്ലെങ്കിൽ ആ സ്ത്രീയുടെ മക്കളാണ്. ബാർ ഹോട്ടലുകൾ പോലും സ്ത്രീ ലൈസൻസുകളുടെ പേരിൽ നടത്തുന്ന നാടാണ് നമ്മുടേത്. ഗ്രൗണ്ടിൽ റിയാലിറ്റി വ്യത്യസ്തമാണ്. തൻ്റെ പേരിലുള്ള ഭൂമിയുടെ ആധാരം ബാങ്കുകളിൽ വായ്പയ്ക്കുള്ള ഈടായിരുന്ന് കണക്ക് പഠിക്കുമ്പോഴും ആ രേഖ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്ന് കാണാത്ത ലക്ഷക്കണക്കിന് പെണ്ണുങ്ങളുണ്ട് കേരളത്തിൽ. ഡിസിഷൻ മേക്കർ ആണായതിൻ്റെ ദോഷമോ ഗുണമോ എന്താണെങ്കിലും ആസ്തി കയ്യിൽ വെച്ച് കേരളത്തിലെ പെണ്ണിന് തൻ്റെ വീട്ടിൽ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും? അധികമൊന്നും പറ്റില്ല. ഒരാവശ്യം വന്നാൽ വീട്ടുകാർ ആദ്യം പൊക്കുക അവളുടെ അടിയാധാരമാണ്. അതുകൊണ്ട് കണക്കിലൊന്നും കാര്യമില്ല. എന്നാലും സ്ത്രീകൾക്ക് ഒരാശ്വാസത്തിനെങ്കിലും നമുക്കൊന്ന് പറയണമല്ലോ. റിയൽ എസ്റ്റേറ്റ് പെണ്ണുങ്ങൾ തൂക്കിയിട്ടോ? പുരുഷകളെ നമുക്ക് അടുത്തത് നോക്കാം. ഇത് ആരുടേതാണെന്ന് നമുക്കറിയാം. മാലയും വളയും കൊലുസും മുക്കുത്തിയും കമ്മലും അരഞ്ഞാണവും ഒക്കെയായിട്ട് 5,800 ടൺ സ്വർണ്ണമുണ്ട് കേരളത്തിൽ. ഇതിൻ്റെ 90% സ്ത്രീകളുടെ കയ്യിലാണ്, ഏതാണ്ട് 5,000 ടൺ. ഇന്ന് 2026 ഏപ്രിൽ 21 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 14,947 രൂപയാണെന്ന് കൂട്ടിയാൽ 75 ലക്ഷം കോടി രൂപയുടെ സ്വർണ്ണമാണ് മലയാളി പെണ്ണുങ്ങൾ മേത്തിട്ടും ലോക്കറിൽ വെച്ച് പൂട്ടിയും നടക്കുന്നത്. 75 എന്നെഴുതി 12 പൂജ്യവും കൂടി ഇട്ടാൽ ആ തുക കിട്ടും. നേരത്തെ പറഞ്ഞ 1,85,00,000 സ്ത്രീകൾക്ക് ഈ 5,000 ടൺ സ്വർണം ആളെണ്ണി വീതം വെച്ച് കൊടുത്താൽ ഒരു മലയാളി സ്ത്രീയുടെ കഴുത്തിലും കയ്യിലുമായി 30 പവൻ സ്വർണം ഉണ്ടാകും. കേരളം റിച്ചാണ് മോനെ. വെറുതെയല്ല, ഈ പെണ്ണുങ്ങളെ കൊണ്ടാണ് അതിങ്ങനെ റിച്ചായത്. കേരളത്തിൽ 16,500 സ്വർണ്ണ പണയം പണം റൊക്കം സ്ഥാപനങ്ങളുണ്ട്. ബാങ്കുകളും NBFCകളും പിന്നെ മൈക്രോ ലെൻഡിംഗ് സ്ഥാപനങ്ങളും ഉൾപ്പെടെ.
ഈ പെണ്ണുങ്ങളുടെ സ്വർണം കണ്ട് തുടങ്ങിയതാണ് ഇത് അത്രയും. 30 പവൻ സ്വർണത്തിന് ശരാശരി അവകാശമുള്ള മലയാളി പെണ്ണിന്റെ താലിച്ചെയിൻ വരെ പൊട്ടിച്ചെടുത്ത് കാര്യം നടത്തുന്ന എത്രയോ ആണുങ്ങളെ നമുക്കറിയാം. അവൾക്കത് കല്യാണത്തിന് അവളുടെ മാതാപിതാക്കൾ സമ്മാനിച്ചതാകാം, അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളത്തിലോ കൂലിയിലോ അരിഷ്ടിച്ച് മിച്ചം വെച്ച് തൻ്റെ പെൺമക്കളുടെ ആവശ്യത്തിന് കരുതി വെച്ചതാകാം. എന്ത് വകുപ്പായാലും കൈകാര്യക്കാരൻ ആണാണ്. വെറുതെയല്ല കേരളത്തിലെ പെണ്ണുങ്ങൾ മേത്തിട്ട് നടക്കേണ്ട 5000 ടൺ സ്വർണത്തിൽ 700 ടൺ സ്വർണം കേരളത്തിലെ പല സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങളിലും പണയപ്പണ്ടമായിരിക്കുന്നത്. 700 ടൺ സ്വർണ്ണമേ! എൻ്റെ പൊന്നു കൂടപ്പിറപ്പുകളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രിട്ടൻ്റെ ഔദ്യോഗിക സ്വർണ്ണശേഖരം 310 ടൺ സ്വർണം മാത്രമാണ്. കേരളത്തിലെ മുത്തൂറ്റിലും മണപ്പുറത്തും കൂടി അത്ര ഉണ്ടാകും. സ്പെയിനിൻ്റെ സ്വർണ്ണശേഖരം 282 ടൺ മാത്രം. സിംഗപ്പൂരിൻ്റേത് 127 ടൺ. സ്വീഡൻ്റെ സ്വർണ്ണശേഖരം 125 ടൺ. ഈ കണക്കിൽ സംശയമുള്ളവർ ഗൂഗിളിനോടോ ജെമിനിയോടോ ChatGPTയോടോ ഒക്കെ ചോദിച്ചു നോക്കിയാൽ മതി. ആണെടുത്ത് പെണ്ണുങ്ങളുടെ സ്വർണം മുഴുവൻ പൊട്ടടിക്കുകയാണെന്ന് ഞാൻ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അതിന് കമൻറ്റ് ബോക്സിൽ എന്നെ വന്ന് തെറി വിളിക്കണ്ട. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. 1982 എൻ്റെ അമ്മ 15 പവൻ സ്വർണവും ഇട്ടുകൊണ്ടാണ് കെട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയത്. എനിക്ക് 10 വയസ്സായപ്പോഴേക്കും ആ പാവത്തിൻ്റെ കഴുത്തിൽ ഒരു മഞ്ഞച്ചരട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അച്ഛനാളൊരു കൊച്ചുമിടുക്കനായിരുന്നു. ഇപ്പോൾ കടലാസിലെങ്കിലും ഓരോ മലയാളി പെണ്ണിൻ്റെയും ആസ്തി എത്രയായി? സെൻറ്റിന് 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള 12 സെൻറ്റ് സ്ഥലം, 30 പവൻ്റെ സ്വർണം. കേരളത്തിലെ പെണ്ണുങ്ങൾ ഇനിയും റിച്ചാണോ എന്നറിയാൻ അവരുടെ മറ്റു വരുമാന സ്രോതസ്സുകളിലേക്കും പോകണം. ഇന്ത്യയിൽ ഏറ്റവും അധികം പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നത്, ഏറ്റവും കൂടുതൽ സ്ത്രീ ബിരുദധാരികളുള്ളതൊക്കെ കേരളത്തിലാണ്. പഠിപ്പുണ്ട്, അതനുസരിച്ചുള്ള ജോലിക്കനുസരിച്ചുള്ള ശമ്പളമോ ഇല്ലെന്നതാണ് സത്യം. വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളി സ്ത്രീകളെ നമുക്ക് വിടാം. കേന്ദ്ര സർക്കാരിൻ്റെ പീരിയോഡിക് ലേബർ സർവേ അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ 10,000 രൂപയിൽ താഴെ മാത്രം ശമ്പളമുള്ള 13 ലക്ഷം സ്ത്രീകളുണ്ട്. 10,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഇടയിൽ ശമ്പളം വാങ്ങുന്ന 8 ലക്ഷം സ്ത്രീകളും 30,000 രൂപയ്ക്കടുത്ത് ശമ്പളമുള്ള 4.5 ലക്ഷം പേരുമുണ്ട്. 3 ലക്ഷം സ്ത്രീകളിൽ താഴെ മാത്രമാണ് 50,000 രൂപയുടെ അടുത്ത ശമ്പളം വാങ്ങുന്നത്. അവരിലേറെയും സർക്കാർ സർവീസിലുമാണ്. 1 ലക്ഷം രൂപയ്ക്കടുത്ത് ശമ്പളം വാങ്ങുന്ന 2 ലക്ഷം സ്ത്രീകൾ കേരളത്തിലുണ്ട്. ഡോക്ടർമാരും ഗസറ്റഡ് ഓഫീസർമാരും എല്ലാമാണ് ഈ കൂട്ടത്തിലുള്ളത്. 1 ലക്ഷത്തിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന 75,000 സ്ത്രീകൾ മാത്രമേ കേരളത്തിലുള്ളൂ. പുരുഷകൾ അർമാദിച്ചോളൂ, നിങ്ങളുടെ ശമ്പള വരുമാനത്തിൻ്റെ അടുത്തെങ്ങുമില്ല സ്ത്രീകൾ. ഒരു മിനിറ്റ്. 10,000 രൂപ ശമ്പളം കിട്ടുന്ന മലയാളി സ്ത്രീ എല്ലാ വീട്ടുചെലവും തലയിലേറ്റിയാലും 2,800 രൂപ മിച്ചം വയ്ക്കും. 20,000 രൂപ കിട്ടുന്നവൾ 4,000 രൂപയ്ക്ക് മുകളിൽ ശരാശരി സേവ് ചെയ്യുന്നു. 30,000 രൂപ വരുമാനമുള്ള പെണ്ണുങ്ങൾ 12,000 രൂപയിലധികം സേവ് ചെയ്യുന്നു. 50,000 രൂപ ശമ്പളമുള്ളവൾ 20,000 രൂപ വരെയും 1 ലക്ഷം രൂപ ശമ്പളമുള്ളവർ 45,000 രൂപ വരെയും സേവ് ചെയ്യുന്നു. അപ്പോൾ ആണുങ്ങളോ? 10,000 രൂപ ശമ്പളക്കാരായ ആണിനെ വിടാം. അങ്ങനെ ഒരു ആണുണ്ടോ? ഉണ്ടാകാൻ എനിക്കറിയില്ല. 20,000 രൂപ ശമ്പളമുള്ള പുരുഷൻ മാസാവസാനം 3,500 രൂപ വരെ കടം വാങ്ങുന്നു. 30,000 രൂപ ശമ്പളമുള്ളവൻ മാസം 2,000 രൂപ മിച്ചം വെച്ചാലായി. 50,000 രൂപ ശമ്പളം വാങ്ങുന്നവൻ ഹൗസിംഗ് ലോണും കാർ ലോണും എല്ലാം അടച്ച അവസാനം കഷ്ടിവിഷ്ടി 5,000 രൂപ സേവ് ചെയ്തേക്കും. 1 ലക്ഷം രൂപ ശമ്പളമുള്ള ആണിനും 20,000 രൂപയിൽ കൂടുതൽ മിച്ചം വയ്ക്കില്ല സാധ്യം. അതാണ് പെണ്ണുങ്ങൾ ഭൂലോക കഞ്ഞികളായതുകൊണ്ടാണ് നിസാര ശമ്പളം പോലും ഇങ്ങനെ സേവ് ചെയ്യുന്നതെന്ന കമൻ്റാണ് ഇവിടെ ഞാൻ പുരുഷകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ എന്താ, നമ്മുടെ ദുരഭിമാനമോ ധൂർത്തോ അവർക്കില്ലല്ലോ. കൈവായ്പ കൊടുക്കൂല. മന്തി എത്ര എണ്ണം കഴിച്ചാലും പെൺഗ്രൂപ്പുകൾ ഈക്വലായി ഷെയർ ഇടും. ദിവസത്തിൽ 2 നേരം കൃത്യമായി ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യും. കിട്ടുന്ന പണത്തിൻ്റെ മൂല്യം അവർക്കറിയാം. തീരുമ്പോൾ കൈനീട്ടാതിരിക്കാനുള്ള ആത്മാഭിമാനമുണ്ട്. അപ്പോൾ ഇവിടെയും പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാൾ റിച്ചായോ? ഇല്ല. ശമ്പള കാര്യത്തിൽ കേരളത്തിലെ പെണ്ണുങ്ങൾ അതീവ ദയനീയാവസ്ഥയിൽ തന്നെയാണ്. കാരണം അവിടെ ആണാണ് പെണ്ണിൻ്റെ ശമ്പളം നിശ്ചയിക്കുന്നത്. ചീപ്പ് ഫീമെയിൽ ലേബർ ഇപ്പോഴും ധാരാളമുണ്ട്. ഏത് ശമ്പളത്തിനും പെണ്ണുങ്ങളെ ജോലിക്ക് കിട്ടും. ഇനി ഏകദേശ കണക്ക് ചുരുക്കി പറയാം. കേരളത്തിൽ ജോലിയായോ കച്ചവടമായോ ചെറുകിട സംരംഭമായോ ഒക്കെ എന്തെങ്കിലും തരത്തിൽ വരുമാനമുള്ള 35 ലക്ഷം സ്ത്രീകളുണ്ട്. അവരെല്ലാം ചേർന്ന് സമ്പാദിക്കുന്നത് പ്രതിമാസം 6,500 കോടി രൂപ വരെയാണ്. ഒരു മലയാളി സ്ത്രീയുടെ ശരാശരി മാസ വരുമാനം 3,513 രൂപ മാത്രം. പുരുഷന്മാരുടേത് പ്രതിമാസം 28,619 രൂപ. കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ GDP 3,46,000 രൂപ എന്ന് കണക്കാക്കിയുള്ള ശരാശരി സംഖ്യ മാത്രമാണിത്. എന്നാലും ആണുങ്ങളും എന്തെങ്കിലും കാര്യത്തിലും നറമാദിക്കട്ടെ. നിന്ന നിൽപ്പിൽ ഒന്ന് കറങ്ങി വന്നാൽ 2 ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ ഒരു മലയാളി പെണ്ണിനെ കൊണ്ട് കഴിയും. 2 അല്ല 4 ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ അവർ വിചാരിച്ചാൽ നടക്കും.
അവരത്രയും പ്രിപ്പയർഡാണ് ബോസേ. ഏത് എമർജൻസിയിലും പ്രവർത്തിക്കുന്ന ഒരു മണി മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ സ്ത്രീകൾ. അയൽക്കൂട്ട, കുടുംബശ്രീ, മൈക്രോ ഫിനാൻസ് മുതൽ മ്യൂച്വൽ ഫണ്ടുകൾ വരെ നീളുന്ന ലിക്വിഡ് ക്യാഷ് ഫ്ലോ. റിസർവ് ബാങ്കിൻ്റെ വാർഷിക റിപ്പോർട്ടും സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി റിപ്പോർട്ടും ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ ഒരു കാര്യം കാണാം. കേരളത്തിലെ വിവിധ ബാങ്കുകളിലായി 3.5 ലക്ഷം കോടി രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്ത്രീകളുടെ പേരിലുണ്ട്. ആകെയുള്ള 8 ലക്ഷം കോടി രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ 45% വരെ. 8 ലക്ഷം കോടി രൂപ കേരളത്തിലെ 1,85,00,000 സ്ത്രീകൾക്കായി ഭാഗിച്ചാൽ ശരാശരി ഒരു സ്ത്രീക്ക് 4,32,000 രൂപ വീതം. ഇതൊരു ശരാശരിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്കാണെങ്കിലും കേരളത്തിലെ ഒരു സ്ത്രീക്ക് 4.5 ലക്ഷം രൂപയ്ക്കടുത്ത് സ്ഥിര നിക്ഷേപം ഉണ്ട് എന്നത് ഞെട്ടിക്കുന്നില്ലേ? പോസ്റ്റ് ഓഫീസിലും സഹകരണ ബാങ്കിലും ഗോൾഡ് സ്കീമുകളിലും ബാങ്കുകളിലും മൈക്രോ ഫിനാൻസിലുമെല്ലാം ഈ നിക്ഷേപം ചിതറിക്കിടക്കുന്നു. ഇവിടെ മലയാളി പുരുഷന്മാരെക്കാൾ മിടുക്കികളാണ് പെണ്ണുങ്ങളെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? കാര്യം പുരുഷന്മാരുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളെങ്കിലും അവർ അല്പകാലത്തേക്ക് പണം പാർക്ക് ചെയ്യുന്നവർ മാത്രമാണ്. 3 മാസത്തേക്കോ 6 മാസത്തേക്കുള്ള ആവശ്യം മുന്നിൽ കണ്ട് പണം സൂക്ഷിക്കുന്നത് പോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ. സ്ത്രീകൾ മിക്കപ്പോഴും അങ്ങനെയല്ല. 1 വർഷം മുതൽ 10 വർഷം വരേക്കാണ് അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കാലാവധി. ആ കാശ് അവിടെ നിന്ന് അവർ പറയാതെ അനങ്ങൂല മോനെ. അങ്ങനെ നോക്കിയാൽ സ്ഥിര നിക്ഷേപങ്ങളിലും മികച്ച പ്രൊഡക്ടിവിറ്റി സ്ത്രീകൾക്ക് തന്നെയാണ്. ഇവിടെയും കൺട്രോൾ മിക്കപ്പോഴും വീട്ടിലെ ആണ് തന്നെയാകും. സ്വന്തം നിക്ഷേപം സംരക്ഷിക്കാൻ പരമാവധി പൊരുതി നോക്കുമെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ മലയാളി പെണ്ണുങ്ങൾക്ക് നിന്ന നിൽപ്പിൽ 4 ലക്ഷം രൂപയുണ്ടാക്കാൻ FD പൊട്ടിക്കേണ്ടി വരും. ഇവിടെയും മലയാളി പെണ്ണിനെ ആണിനേക്കാൾ റിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്തതിലേക്ക് പോവാം. കേരളത്തിലെ ബാങ്കുകളെല്ലാം ചേർത്ത് 6 ലക്ഷം കോടി രൂപയുടെ വായ്പ നൽകിയിട്ടുണ്ട്. ഇതിൽ ആണും പെണ്ണും എല്ലാം ഉണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ 6 ലക്ഷം കോടിയിൽ 4.25 ലക്ഷം കോടിയും വാങ്ങി കാര്യം നടത്തിയത് ആണുങ്ങളാണ്. പെണ്ണുങ്ങൾ വാങ്ങിയിരിക്കുന്നത് 2 ലക്ഷം കോടി രൂപയുടെ വായ്പ മാത്രം. അതിൽ തന്നെ ഭൂരിഭാഗവും വീട്ടിലെ ആണുങ്ങൾക്ക് ലോൺ എടുത്ത് കൊടുക്കുന്നതുമാണ്. അവരുടെ ആവശ്യത്തിന് അവരെന്ത് ലോൺ എടുക്കാൻ? സ്വർണ്ണ പണയ വായ്പകൾ, സ്വയം സഹായ സംഘങ്ങൾ വഴിയുള്ള വായ്പകൾ, SHG ലോൺസ്, കുടുംബശ്രീ മുതലായവ, ഭവന വായ്പകൾ എന്നിവയിലാണ് സ്ത്രീകൾ കൂടുതലായി കൈവച്ചിരിക്കുന്നത്. ഇനി തിരിച്ചടവിൻ്റെ കാര്യത്തിലോ? കേരളത്തിലെ ബാങ്കുകളുടെ കിട്ടാക്കടം 22,000 കോടി രൂപയാണ്. ഇതിൽ 4,600 കോടി രൂപ മാത്രമാണ് സ്ത്രീകളുടേത്. കാശ് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുത്താണ് മലയാളി സ്ത്രീകൾക്ക് ശീലം. കടമില്ല, വസ്തുവുണ്ട്, വീടുണ്ട്, സ്വർണ്ണമുണ്ട്, അത്യാവശ്യത്തിന് വലിക്കാൻ കാശുണ്ട്. സ്വന്തം ശക്തി കേരളത്തിലെ പെണ്ണുങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. അത് തിരിച്ചറിയുന്ന ദിവസം പുരുഷകളെ അവരുടെ ആസ്തിയിലുള്ള നിങ്ങളുടെ കൺട്രോൾ പോയി പോകും. അതുകൊണ്ട് ഇനി പണയം വയ്ക്കാൻ ആധാരമോ സ്വർണ്ണപ്പണ്ടമോ ചോദിക്കുമ്പോൾ അവരോട് അല്പം പരസ്പര ബഹുമാനത്തോടെ ചോദിക്കുക. നീ ഒരു കട്ടനിട്ടാൽ ഞാൻ കുടിക്കാം എന്ന അയ്യപ്പൻ നായർ ടോണിൽ. അപ്പോൾ ഇനിയും വരാം.